വിദ്യ അഭ്യാസമോ ആഭാസമോ? പ്രഭാതം മുതൽ രാത്രി വൈകി ഉറങ്ങുന്നതുവരെ തന്നിൽ അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസം. വീട്ടിൽ രക്ഷിതാക്കളും ട്യൂഷൻ മാസ്റ്ററും വിദ്യാലയത്തിൽ അധ്യാപകരും കൂടി കുട്ടിയെ നിരന്തരം പഠനമെന്ന പീഡനത്തിന് വിധേയമാക്കുമ്പോൾ അമിതഭാരം കൊണ്ട് കുട്ടി ശാരീരികമായും മാനസികമായും തളരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാമ്പത്തിക ലാഭം മാത്രമാണ് എന്നതാണ് നമ്മുടെ ശാപം. തങ്ങളുടെ മക്കൾ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആയി ഭാവിയിൽ പണം കായ്ക്കുന്ന മരമായി മാറണം എന്നത് മാത്രമാണ് ഓരോ രക്ഷിതാവിന്റെയും സ്വപ്നം. ഇങ്ങനെ വളർത്തപ്പെടുന്ന മക്കളും അതേ രീതിയിൽ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡം സാമ്പത്തിക ലാഭം മാത്രമായിരിക്കും. മനുഷ്യത്വത്തിന്റെ കണിക പോലും അവർക്ക് അന്യമായിരിക്കും. അതിനാൽ തന്നെ തങ്ങളെ ഈ നിലയിലെത്തിച്ച മാതാപിതാക്കൾ വൃദ്ധരായാൽ അവരെ വീട്ടിൽ സംരക്ഷിക്കുന്നത് നഷ്ടക്കച്ചവടമാണെന്ന് മനസ്സിലാക്കുന്ന മക്കൾ അവരെ ഭാരമായി കരുതി വൃദ്ധസദനത്തിൽ ചേർക്കുന്നു. ഒരു ഡോക്ടറും ഭാര്യയും തങ്ങളുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ചേർക്കാൻ ചെന്നപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ എന്ന മറുപടിയാണ് മാനേജറിൽ നിന്ന് ലഭിച്ചത്. ഇത് കേട്ട് കൂടെയുണ്ടായിരുന്ന അവരുടെ കൊച്ചുമകൻ പറയുകയാണ്, എന്നാൽ എന്റെ മാതാപിതാക്കളെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഇത്തരം സംസ്കാരമാണ് വളർന്നുവരുന്നത്. പുതിയ തലമുറ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പൈശാചികതയിൽപ്പെട്ട് ദുർമാർഗികളും ദുസ്വഭാവികളുമായി മാറുന്നു. നല്ല ഡോക്ടറും എഞ്ചിനീയറും ഏറെയുണ്ട്, ഇല്ലാത്തത് നല്ല മനുഷ്യർ മാത്രം. വിശുദ്ധ ഖുർആൻ അരുളുന്നു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനു മാത്രമല്ലാതെ മറ്റാർക്കും വഴിപ്പെടരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയരുത്. അവരോട് പരുഷമായി സംസാരിക്കുകയും അരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുക. അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക, എന്റെ നാഥ, കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ. ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ, നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ നിർമ്മിക്കുവാൻ കഴിയുകയുള്ളൂ.